എന്താണ് സനാതനധർമ്മ സംഘം സംഘടന? 3 വർഷം മുൻപ് നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ KV സുഭാഷ് തന്ത്രി അവർകൾ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് രൂപം കൊടുത്ത സംഘടനയാണ് സനാതനധർമ്മ സംഘം സംഘടന എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബ ഭദ്രത, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയിൽ അംഗങ്ങളാകുവാൻ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ സംഘടനയിൽ അംഗങ്ങളാകാം എന്നുള്ളതാണ് ഈ സംഘടനയുടെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ മാസവരിസംഖ്യയോ ആഴ്ച വരിസംഖ്യയോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ, കുടുംബ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുന്ന നടപടികളും പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടന 3 വർഷം മുൻപ് രൂപം കൊടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അന്ന് ഒരു കോവിഡ് കാലഘട്ടമായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ ഈ സംഘടന രൂപം കൊടുക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ക്ഷേത്രസന്നിധിയിൽ, പേരമംഗലത്തെ നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും അവിടെ വെച്ചുകൊണ്ട് ഗുരുനാഥൻ ഒരു സംസ്ഥാന സമിതി രൂപീകരിക്കുകയും എല്ലാ ജില്ലകളിലും ഒരു അഡ്ഹോക് കമ്മിറ്റികളും രൂപീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിവെച്ചത്. അങ്ങനെ 3 വർഷം മുൻപ് തുടങ്ങിവെച്ച ഈ സംഘടന ഇന്ന് ഈ സംഘടനയ്ക്ക് സംസ്ഥാന സമിതിയുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളുണ്ട്. ജില്ലാ കമ്മിറ്റികൾക്ക് കീഴെ താലൂക്ക് കമ്മിറ്റികളുണ്ട്. താലൂക്ക് കമ്മിറ്റികൾക്ക് കീഴെ പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട്. വാർഡ് കമ്മിറ്റികളുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മിറ്റികൾ ഇന്ന് ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിദേശത്തുൾപ്പെടെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നടക്കുന്നു എന്ന് വളരെ അഭിമാനകരമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഈ സംഘടന രൂപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽപ്പെട്ട സംഘടനയുടെ ഭാരവാഹികൾ, നിങ്ങൾക്കറിയാം, അന്ന് സ്കൂൾ അധ്യയന കാലഘട്ടം നടക്കുമ്പോൾ സ്കൂളുകളെല്ലാം അടച്ച് എല്ലാ കുട്ടികളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കുവാൻ ഓൺലൈൻ ടീച്ചിങ് ആണ്, ഓൺലൈൻ പഠന രീതിയാണ് അന്ന് കോവിഡ് കാലഘട്ടത്തിൽ തുടർന്നത്. അപ്പോൾ SDS കുടുംബാംഗങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾ, സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, എന്നാൽ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള, സ്കൂളിൽ പോകുവാൻ സാഹചര്യമില്ലാത്ത, ഓൺലൈനിൽ പഠിക്കാൻ സൗകര്യമില്ലാതിരുന്ന ആ സമയത്ത് നമ്മുടെ സംഘടനാ ഭാരവാഹികൾ അത്തരത്തിലുള്ളവരെ, കുട്ടികളെ സഹായിക്കണം എന്ന നിർദ്ദേശം ഗുരുനാഥന്റെ മുൻപിൽ വെക്കുകയും ആ നിർദ്ദേശം അനുസരിച്ചപ്പോൾ ഗുരുനാഥൻ അന്ന് പറഞ്ഞത്, അത്തരത്തിൽ നമ്മൾ കുട്ടികളെ തെരഞ്ഞെടുത്താൽ അവർക്ക് ടച്ച് ഫോൺ, അതായത് ആധുനിക രീതിയിലുള്ള ടച്ച് ഫോൺ, ഇന്ന് നമ്മളുടെ എല്ലാം കയ്യിലുള്ള ആ ടച്ച് ഫോൺ നമുക്ക് കൊടുക്കാം കുട്ടികൾക്ക്. പക്ഷേ അതിനൊരു നിബന്ധന വെച്ചു. അത്തരത്തിൽ കുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് സ്കൂൾ ടീച്ചറുടെയോ ഹെഡ് മാസ്റ്ററുടെയോ കത്ത്, ഈ കുട്ടി സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് ഈ കുട്ടിക്ക് ഈ മൊബൈൽ ഫോണിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ അതാത് ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് കൊടുത്തുകൊണ്ട് ആ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ലഭിച്ചാൽ അത് പരിശോധിച്ച് നമുക്ക് കൊടുക്കാമെന്ന് നമ്മുടെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ്
36ഓളം വിദ്യാർത്ഥികൾക്ക് ഏകദേശം 9,500 രൂപ വില വരുന്ന ടച്ച് ഫോണുകൾ നമ്മുടെ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഗുരുനാഥൻ അവർക്ക് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ പറഞ്ഞു, അധ്യയന വർഷം തുടങ്ങുകയാണ്. കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് കുട്ടികൾ പഠിക്കുവാൻ പോകുന്ന സമയത്ത് വളരെ കൃത്യമായി ഇത്തരത്തിൽ തന്നെ ടീച്ചറുടെയും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററുടെയും കത്തുകൾ വാങ്ങി ഒരു ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 കുട്ടികൾക്ക് പഠന കിറ്റ് കൊടുക്കുവാനുള്ള സൗകര്യം നമ്മുടെ ഗുരുനാഥൻ ഒരുക്കി. ആ ഗുരുനാഥൻ ഒരുക്കിയപ്പോൾ ഏകദേശം ആദ്യത്തെ അധ്യയന വർഷം നമ്മൾ ആദ്യമായി കൊടുത്തത് 500 കുട്ടികൾക്കാണ് അത്തരത്തിലുള്ള പഠന കിറ്റുകൾ കൊടുത്തത്. ഒരു പഠന കിറ്റിന് ഏകദേശം 2,500-3,000 രൂപ വരുന്ന പഠന കിറ്റുകളാണ് നമ്മൾ അത്തരത്തിൽ കുട്ടികൾക്ക് വിതരണം ചെയ്ത് ക്ഷേത്രാങ്കണത്തിൽ വെച്ചു. അതിനുശേഷം നിങ്ങൾക്കറിയാം, ഗുരുനാഥൻ പറഞ്ഞു, പഠിക്കുവാൻ നല്ല കഴിവുള്ള, മെറിറ്റ് ലിസ്റ്റിൽ റാങ്കുള്ള, ഡോക്ടറോ എഞ്ചിനീയറിംഗിനോ മെറിറ്റിൽ സീറ്റ് കിട്ടി അവർക്ക് ഉപരിപഠനത്തിന് പൈസ ഇല്ല എങ്കിൽ, നിങ്ങൾക്കറിയാം, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പൂർത്തിയാക്കണമെങ്കിൽ, ഒരു ഡോക്ടർ ആവണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും അറിയാം. അത്തരത്തിൽ മെറിറ്റിൽ സീറ്റ് കിട്ടി പഠിക്കുവാൻ സാമ്പത്തിക സഹായം ഇല്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അത് 10 ലക്ഷമായാലും 15 ലക്ഷം രൂപയായാലും നമ്മുടെ ഗുരുനാഥൻ ഈ സംഘടന വഴി അവർക്ക് കൊടുക്കാം എന്ന് ഗുരുനാഥൻ പറയുകയുണ്ടായി. അങ്ങനെ നമ്മൾ അത്തരത്തിൽ ഒരു കുട്ടിയെ ഈ സംഘടന വഴി സഹായിച്ചാൽ, ഗുരുനാഥൻ സഹായിച്ചാൽ, മറ്റൊരു കണ്ടീഷൻ അതിൽ വെക്കുന്നത്, ആ കുട്ടി അവരുടെ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡോക്ടറോ ആ ബിരുദം പൂർത്തിയായി ആ കുട്ടിക്ക് ജോലി ലഭിച്ച് ശമ്പളം കിട്ടിത്തുടങ്ങിയാൽ ആ കുട്ടി തീർച്ചയായും ഇത്തരത്തിൽ നമ്മുടെ സംഘടനയിൽപ്പെട്ട മറ്റൊരു കുട്ടിയെ, അതായത് മെറിറ്റ് ലിസ്റ്റിൽ റാങ്കോടെ പാസ്സായ കുട്ടിയെ ഇതേപോലെ തന്നെ ആ കുട്ടിയുടെ പഠന ചെലവ് ഈ കുട്ടി മാസശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തുകൊണ്ട്, ബാക്കി ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് കൃത്യമായി ആ തുക മുഴുവൻ ആ കുട്ടി നൽകണം എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയാണ് അത്തരത്തിൽ ഒരു തീരുമാനം നമ്മുടെ ഗുരുനാഥൻ ഈ സംഘടന വഴി പ്രഖ്യാപിച്ചത്. അപ്പോ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ഗുരുനാഥന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന കുടുംബങ്ങളെ, 14 കുടുംബങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. ആ കുടുംബങ്ങൾക്ക് 50,000 രൂപയുടെ ധനസഹായം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പ്രഖ്യാപിക്കുന്നത് പോലെ പൈസ പ്രഖ്യാപിച്ച് നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന രീതിയല്ല നമ്മുടെ രീതി. ക്ഷേത്രം നേരിട്ട് മേൽനോട്ടത്തിൽ ആളുകളെ നിർത്തി 50,000 രൂപയ്ക്കുള്ള പണി പൂർത്തീകരിച്ച്, ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് അവരുടെ കൈകളിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ കഴിഞ്ഞ പിറന്നാളിന് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. തിരുവനന്തപുരം, കൊല്ലം, മറ്റ് ജില്ലകളിലൊക്കെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് 50,000 രൂപയുടെ. അന്ന് ഗുരുനാഥൻ തൃശൂർ ജില്ലയിൽപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ ധനസഹായം ആ പിറന്നാളിനോടനുബന്ധിച്ച് നൽകുകയാണ്. അപ്പോ അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആയില്യ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതുപോലെ പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ഗുരുനാഥൻ നിരന്തരമായി ചെയ്തു വരികയാണ്. അപ്പോൾ എന്തിനാണ് ഗുരുനാഥൻ ഇത് ചെയ്യുന്നത്? ഗുരുനാഥൻ എങ്ങനെയാണ് ഈ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ധനസഹായത്തിനുള്ള പൈസ കണ്ടെത്തുന്നത്? നിങ്ങൾക്കറിയാം, ഇവിടെ നേരത്തെ അധ്യക്ഷയും സ്വാഗത പ്രാസംഗികയും പറഞ്ഞതുപോലെ ആവാഹന പൂജയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഗുരുനാഥൻ 2 രാത്രിയും 3 പകലും ഉറക്കമുളച്ചിരുന്ന് പൂജ ചെയ്ത് ലഭിക്കുന്ന ആ പണം തിരിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ, പാവപ്പെട്ട ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ കാരുണ്യ പ്രവർത്തനമാണ്
ഗുരുനാഥൻ ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വഴിപാടിന്റെ വരവിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിശ്ചിത വിഹിതം നമ്മുടെ കുടുംബങ്ങളുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുനാഥൻ ഉപയോഗിക്കുന്നതും. ആ രീതിയിലാണ് നമ്മുടെ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഗുരുനാഥന്റെ മറ്റൊരു സമ്മാന ആണ്, അതായത് പുതുവത്സര സമ്മാനം. എന്താണ് പുതുവത്സര സമ്മാനം? ഇന്ന് നമുക്ക് ജില്ലകളിലോ താലൂക്കുകളിലോ പഞ്ചായത്തുകളിലോ ആസ്ഥാനങ്ങളില്ല, ഒരു പ്രാർത്ഥന നടത്താൻ ആസ്ഥാനങ്ങളില്ല. അപ്പോൾ കൃത്യമായി ഗുരുനാഥൻ 14 ജില്ലകളിലെ ഭാരവാഹികളെ അറിയിക്കുന്നതിന് വേണ്ടി പ്രണവം ജീവിതയാത്രയിലും പ്രണവം സഹയാത്രികരിലും നമ്മുടെ 14 ജില്ലാ ഗ്രൂപ്പുകളിലും എല്ലാ STS ഗ്രൂപ്പുകളിലും ആ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്? പരമാവധി 3000 രൂപ വരുന്ന വാടകയ്ക്ക് ഒരു ചെറിയ മുറി ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഹാള് ലഭിക്കുമെങ്കിൽ, അത് ജില്ലാ ആസ്ഥാനത്തോ താലൂക്ക് ആസ്ഥാനങ്ങളിലോ നമുക്കെടുത്തുകൊണ്ട് അവിടെ നമ്മുടെ പേരമംഗലത്തപ്പന്റെയും മറ്റ് ദേവതകളുടെയും ഫോട്ടോ വെച്ച് നിത്യേന, അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ശനിയോ ഞായറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒഴിവ് ദിവസങ്ങളിൽ അവിടെ വന്ന് പ്രാർത്ഥന നടത്താം, അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകൾ നടത്താം. മറ്റ് മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടത്താം എന്ന് ഗുരുനാഥൻ പറയുകയും അത് മെസ്സേജായി നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഈ ജില്ലയിലും നിങ്ങൾക്ക് വരും നാളുകളിൽ അത്തരത്തിലുള്ള മുറികളോ അല്ലെങ്കിൽ ഹാളുകളോ എടുത്താൽ പരമാവധി പ്രതിമാസ വാടക 3000 രൂപയോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള മുറികൾ അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ പ്രതിമാസ വാടക ക്ഷേത്രത്തിൽ നിന്നും ഗുരുനാഥൻ കൊടുക്കാം എന്നുകൂടി നിങ്ങളെ പുതുവത്സര സമ്മാനമായി ഗുരുനാഥൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികളുടെയും പാവപ്പെട്ട ആൺകുട്ടികളുടെയും വിവാഹപ്രായമെത്തിയ ആ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു പ്രക്രിയ, അതും നമ്മൾ ഗ്രൂപ്പിലിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഒരു ഗ്രൂപ്പ് വരെ നമ്മൾക്കുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷ വഴിയിലൂടെ തെരഞ്ഞെടുക്കുന്ന, ഇപ്പൊ ഈ ജില്ലയിൽ നിന്ന് ഒരു 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും പേര് രജിസ്റ്റർ ചെയ്താൽ മറ്റ് ജില്ലകളിൽ നിന്നും ഇതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിവാഹം കഴിക്കുവാൻ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കൊച്ചു പെങ്ങന്മാർ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ചെറുപ്പക്കാർ, അവർക്ക് അവരുടെ ബയോഡാറ്റയും ജാതകത്തിന്റെ നക്ഷത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു ബയോഡാറ്റയായി ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയെയോ ആ ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് തരികയാണെങ്കിൽ ഈ 14 ജില്ലകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകൾ ഒത്തുനോക്കി അത് ഏത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ജാതകമാണ് എന്ന് ഒത്തുനോക്കി നമ്മുടെ ജ്യോതിഷ വിധി പ്രകാരം ഏതാണോ ചേരുന്നത് ആ ചേരുന്ന ജാതകങ്ങളെ കൃത്യമായി ആ ജാതകക്കാരെ മുഴുവൻ പേരുകൾ, അതായത് 2 പേരെയും വിളിച്ച് അവരുടെ വീട്ടുകാരെ വിളിച്ച് കൃത്യമായി അവരുടെ സമ്മതപ്രകാരം നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് പുടവയും താലിയും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും നൽകി ആ വിവാഹം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്താം എന്ന് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗുരുനാഥൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ഈ സംഘടന 3 വർഷമായി രൂപം കൊണ്ടിട്ട് ഇതൊരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയായി നിങ്ങൾ ഇതിനെ കാണണ്ട. ഇപ്പോൾ ഒരു പുതുവത്സര സമ്മാനമായി മുറികളുടെയും ഹാളുകളുടെയും കാര്യം പറഞ്ഞു. നിങ്ങൾ വരും ഭാവിയിൽ കാണാൻ പോകുന്നത് നമ്മുടെ സംഘടനയുടെ കീഴിൽ സ്കൂളുകളും കോളേജുകളും നഴ്സിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ താമസിയാതെ ഓരോ ജില്ലയിലും വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ അധ്യക്ഷവേദിയിലെ നിങ്ങളുടെ ഇവിടുത്തെ വയനാട് ജില്ലയുടെ ഭാരവാഹികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വരുന്ന എല്ലാവരും STSന്റെ അംഗത്വ കാർഡ് എടുത്തിരിക്കണം. അത്തരത്തിൽ അംഗത്വ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇനി മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഘടനയുടെ ഭാരവാഹികൾ നിങ്ങളോട് അംഗത്വ കാർഡ് എടുക്കുവാൻ വേണ്ടി പറയുന്നത്. ഇത്രയുമാണ് എനിക്ക് സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ഇപ്പോ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായി
ഒരു സംഘടന എങ്ങനെയാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന രീതിയിലാണ് നമ്മുടെ സംഘടനയും ക്ഷേത്രവും ഗുരുനാഥനും നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സംഘടനാ സ്വാതന്ത്ര്യം, ഏതൊരു വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യം, പൗരന്റെ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ മഹാരാജ്യമാണ് നമ്മുടെ. ഇപ്പോ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി കുറെ SNDP-ക്കാർ നമ്മുടെ ഗുരുനാഥനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അവഹേളിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളെ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികൾ കൃത്യമായി എണ്ണമിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? നമുക്ക് സംഘടനയാവുമ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയണ്ടേ? എവിടെ തെറ്റ് കണ്ടാലും ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഈ സംഘടന തയ്യാറാവണം. ഗുരുനാഥൻ പറയുന്നത് സത്യങ്ങളല്ലേ? ഞാനും ഒരു SNDP-കാരനായിരുന്നു. SNDP-യുടെ ശാഖാ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് മുകളിൽ നിന്ന് ഓർഡർ വരും, ഒരു ദൈവത്തെ വെച്ച് ആരാധിക്കൂ, ആരാധിച്ചില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നാണ് പറയുന്നത്. പൊറുതി മുട്ടിയിട്ടാണ്, ആ സംഘടനയിൽ നിൽക്കാൻ പറ്റാതായിട്ടാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന മൂലം ഞാൻ ഗുരുനാഥന്റെ സന്നിധിയിൽ എത്തിപ്പെട്ടത്. അങ്ങനെയാണ് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പറ്റിയത്, എനിക്കും എന്റെ കുടുംബത്തിനും. എന്താണ് സംഘടന പറയുന്നത്? മരിച്ച ആളെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഞാൻ എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അച്ഛനും അമ്മയെയും ദൈവമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുവാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അത് തെറ്റാണ് എന്നാണ് SNDP-ക്കാർ പറയുന്നത്. ഏത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഏതൊരു തിരുമേനിമാർ മരിച്ചിട്ടുണ്ടല്ലോ, അവരെ കുറിച്ച് പറയാത്തത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ സംഘടനയുടെ കാര്യങ്ങളല്ലേ പറയേണ്ടത്? നമ്മൾ എന്ത് പറയണം, എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഗുരുനാഥൻ നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ വളരെ കൃത്യമായ ജ്യോത്സ്യം, അതായത് കൃത്യമായ കാര്യങ്ങളാണ് ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു വരുന്നത്. അത് മാത്രമാണോ? നിങ്ങൾക്കറിയാം, ഇന്ന് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം, ശ്രീനാരായണ ഗുരു ദൈവമാണോ എന്നടിച്ചു നോക്കിയാൽ കൃത്യം ഉത്തരം വരും. ദൈവമല്ല. കോടതി പോലും വിധിച്ചിട്ടുണ്ട്, കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഗുരു എന്ന് പറയുന്ന ആൾ ദൈവമല്ല എന്ന്. പക്ഷേ SNDP-ക്കാർ പറയുന്നു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും അതുപോലെ തന്നെ ഇതിന് അന്ന് കാലത്ത് നേതൃത്വം കൊടുത്തവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അത് പറയണം, അത് ഓരോ കുടുംബങ്ങളിലും വെച്ച് ദൈവമായിട്ട് പൂജിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ തയ്യാറല്ല, ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഘടന വിട്ട് ഗുരുനാഥനിൽ അഭയം പ്രാപിച്ചത്. അങ്ങനെയാണ് എൻ്റെ കുടുംബം. ഞാനിവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഗുരുനാഥനോടും പേരമംഗലത്തപ്പനോടും 26 ദേവതകളോടും കടപ്പെട്ടു എന്ന് പറയാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ, അദ്ദേഹം ദൈവദശകം എഴുതിയെന്നാ പറയുന്നത്. ദൈവദശകം എഴുതിയത് ആരാണ്? നമ്മുടെ ഗുരുനാഥൻ പറയുന്നു കുമാരനാശാനാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നിങ്ങളുടെ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കൃത്യം ഉത്തരം കിട്ടും. ആരാണ്? കുമാരനാശാനാണ് ദൈവദശകം എഴുതിയെന്ന്. ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? അത്തരത്തിലൊന്നും ഒരു സംഘടനാ സംവിധാനത്തെ, SNDP അവരുടെ സംഘടന, അവരുടെ രീതികളായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാം, അതിലൊന്നും നമുക്ക് തടസ്സമില്ല. പക്ഷേ SDS എന്ന് പറയുന്ന ഈ സംഘടന കൃത്യമായി ഗുരുനാഥൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഗുരുനാഥനോടൊപ്പം ഞാനും ഇവിടുത്തെ സംഘടനാ ഭാരവാഹികളും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കൃത്യമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെടുവാനും നമുക്കെതിരെ വരുന്ന ആരോപണങ്ങളെയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലുകളെയും അതേ നാണയത്തിൽ തിരിച്ചു പറയുവാനുമുള്ള ശക്തി സംഘടനയ്ക്കുണ്ട്. നമ്മുടെ ഗുരുനാഥൻ അതിനു വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും എനിക്കും അതുപോലെ തന്നെ ഉള്ള സംഘടനാ ഭാരവാഹികൾക്ക് തരുന്നുണ്ട് എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ആ കാര്യം അവിടെ നിർത്തുകയാണ്. കാരണം എനിക്ക് ശേഷം സംസാരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികൾ അതൊക്കെ വളരെ കൃത്യതയോടുകൂടി പറയും. കാരണം ഗുരുനാഥന്റെ ശിഷ്യന്മാരുണ്ട്, ശിഷ്യകളുണ്ട്. നിങ്ങൾക്കിവിടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ സൗജന്യമായി പറഞ്ഞു തരും. അതുപോലെ തന്നെ രാശി നോക്കുന്നതിന് കൃത്യമായി ഇവിടെ ജ്യോത്സ്യന്മാർ, ശിഷ്യകൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
ശിഷ്യന്മാരുണ്ട്. ഇവരൊക്കെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുള്ള പോരായ്മകളെ കുറിച്ചും എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടാഞ്ഞതിനെ കുറിച്ചും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു തരും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ആമുഖമായി ചില ഭീഷണികൾ രാവിലെ മുതൽ വാട്സാപ്പിൽ ഭീഷണിയാണ് എന്നെ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ വണ്ടി ഇടിച്ച് മരിക്കുന്നൊക്കെയാണ് ഭീഷണി. അപ്പോ ഇതിനെയൊക്കെ വളരെ ലഘൂകരിച്ച് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം ഗുരുനാഥൻ എന്ന് പറയുന്നത് നമ്മളെ സത്യത്തിന്റെ വഴിയിലൂടെ നടത്തുവാനും യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ പേരമംഗലത്തപ്പന്റെയും 26 ദേവതകളുടെയും അനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും അതുപോലെ തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗുരുനാഥന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നമ്മുടെ ഗുരുനാഥൻ പറയുന്നു 4 കാര്യങ്ങൾ. ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ. എന്താണ്? ഒന്ന്, ധർമ്മദേവതാ പ്രീതി. ഓരോ കുടുംബത്തിനും ധർമ്മദേവതാ പ്രീതി വേണം. രണ്ടാമതായി പിതൃപ്രീതി വേണം എന്ന് പറയുന്നു. മൂന്നാമതായി ആവാഹന പൂജ നടത്തണമെന്ന് പറയുന്നു. നാലാമതായി വാസ്തു, വീടിന്റെ വാസ്തു. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും കുടുംബം കൃത്യമായി രക്ഷപ്പെടുമെന്ന് ഗുരുനാഥൻ പറഞ്ഞു. അപ്പൊ 4 കാര്യങ്ങളിൽ ആദ്യത്തെ പറയുന്നത് കുടുംബദേവത. എന്താണ് കുടുംബദേവത? ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ ധർമ്മദേവത എന്ന് പറയും, ഇവിടെയൊക്കെ കുലദേവത എന്നും പരദേവത എന്നും പറയുന്നു. നമ്മൾ അച്ഛൻ വഴിയാണ്, നമ്മുടെ ജ്യോതിഷ രീതിയിൽ അച്ഛൻ വഴിയാണ് എടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ധർമ്മദേവതയെ അറിയാത്തവരുണ്ടെങ്കിൽ അത് ഗുരുനാഥനും ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ച് പറയും. ഗുരുനാഥൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ധർമ്മദേവതയെ അറിഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും ധർമ്മദേവതയെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കണം. രണ്ടാമതായി പറയുന്നു ദേശത്തെ ദേവത. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ദേശത്തെ ദേവതയുണ്ടോ, അവരെ മാസത്തിൽ ഒരിക്കൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാ ആയില്യ തീർത്ഥാടനത്തിനും നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്ന് പറയുന്നു. എന്താണ്? അന്നവിടെ പേരമംഗലത്തപ്പനും 26 ദേവതകൾക്കും ഒരുപാട് ഹോമാദി പൂജകൾ അങ്ങനെ നടക്കുന്ന ആ പുണ്യഭൂമിയിൽ നിങ്ങളുടെ കാൽ പതിഞ്ഞാൽ കൃത്യമായി ഓരോ കുടുംബവും രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ആയില്യ യാത്ര നിങ്ങളോട് മുടക്കരുത് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ പലരും നിങ്ങളെ ഫോണിൽ വിളിക്കും. നിങ്ങൾ എന്താ ആയില്യത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് പലരും 2ഉം 3ഉം തവണയൊക്കെ ഫോണിൽ വിളിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നും, ഇതെന്താണ് ഈ സിജിയും സൗമ്യയും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളും ആയില്യത്തിന് പോരുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഇവർക്ക് വല്ല കമ്മീഷൻ ഉണ്ടോ എന്നാണ് സാധാരണ ഒരു മലയാളി എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇവർ അത്തരത്തിൽ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ തൃശ്ശൂർന്ന് ഇവിടെ വരുന്നു, ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്? ഞങ്ങൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് പേരമംഗലത്തപ്പന്റെയും 26 ദേവതകളുടെയും അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷവേദിയിലെ ഭാരവാഹികൾ നിങ്ങൾ ഓരോരുത്തരെയും ആയില്യത്തിന് നിങ്ങൾ ക്ഷേത്രത്തിൽ വരണം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ തൊട്ടടുത്ത അയൽവക്കക്കാരെ, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരെയും ഈ ക്ഷേത്രാങ്കണത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരു ഫോണിൽ വിളിച്ചാൽ അതിന്റെ ഫലം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും. അത് പേരമംഗലത്തപ്പനും 26 ദേവതകളും നിങ്ങൾക്ക് തരും എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് ഗുരുനാഥൻ കൃത്യമായി പറയുന്നതും ഇവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ അതനുസരിച്ച് വിളിക്കുന്നതും. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് കമ്മീഷൻ ഒന്നുമില്ല. കമ്മീഷൻ ഭഗവാൻ നമുക്ക് തരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോ ധർമ്മദേവതയെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താ? പിതൃപ്രീതി. ഇവിടെ എല്ലാവരും 7 തലമുറയുള്ള പിതൃക്കൾക്ക് ബലി മുടങ്ങിയാൽ ചെയ്യുന്നത് പ്രായശ്ചിത്ത ബലിയാണ്. നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ ആദ്യം പ്രായശ്ചിത്ത ബലി ചെയ്താൽ മതി. കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പ്രായശ്ചിത്ത ബലി ചെയ്താൽ. 7 തലമുറയിലുള്ള പിതൃക്കൾക്ക് പ്രായശ്ചിത്ത ബലി ചെയ്തു കഴിഞ്ഞാൽ 7 തലമുറയിലെ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം ലഭിച്ചാൽ അത് കഴിഞ്ഞ് എല്ലാ വർഷവും മരിച്ച നാളിൽ കൃത്യമായി ആണ്ടുബലി നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ പിതൃപ്രീതി കറക്റ്റ് ആകും. അപ്പോ പ്രായശ്ചിത്ത ബലി കഴിഞ്ഞാൽ എല്ലാ വർഷവും മുടങ്ങാതെ മരിച്ച ആള് അച്ഛനാണോ അമ്മയാണോ അവരുടെ നാളിൽ ആരാണോ മരിച്ചത് അവരുടെ മരിച്ച നാളിൽ
ബലിയിട്ടുകൊണ്ട് അവരുടെ ജനിച്ച നാളിൽ മഹാദേവന് ധാരാവിളക്ക്, പുഷ്പാഞ്ജലി, വെള്ളനിവേദ്യം, വഴിപാടുകൾ നടത്തി, ബലി ചെയ്യുന്ന ആളുടെ പേരിലും വഴിപാടുകൾ നടത്തി കൂട്ട നമസ്കാരവും അതുപോലെ തന്നെ പിതൃനമസ്കാരവും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്യണം. എന്തിനാണ് ഈ ആണ്ടുബലി മുടക്കരുത് എന്ന് പറയുന്നത്? നമ്മുടെ 365 ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പിതൃക്കൾക്ക് നമ്മൾ ആണ്ടിൽ ഒരു ദിവസമാണ് കൊടുക്കാൻ പറയുന്നത്. അതായത് മരിച്ച പിതൃക്കളുടെ ആത്മാവ്, മരിച്ച പിതൃക്കൾ, ഒരു വർഷം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പുണ്യമായ ബലികർമ്മം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ആണ്ടുകർമ്മം മുടങ്ങാതെ ചെയ്ത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താം എന്ന് ഗുരുനാഥൻ പറയുന്നു. നമ്മുടെ വീടിന്റെ വാസ്തു, ആ വാസ്തു ശരിയാക്കാൻ ഇവിടെ പലർക്കും അറിയാം. നമുക്ക് നമ്മുടെ വാസ്തു നോക്കുന്നതിനായി നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന ആളുണ്ട്, വാസ്തു നോക്കുന്ന ആൾ. കൃത്യമായി വാസ്തു നോക്കി വീടിന്റെ വാസ്തു കറക്റ്റ് ആയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പൊ അതുപോലെ വാസ്തു ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ആവാഹന പൂജയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഗുരുനാഥൻ ഡേറ്റ് തരും. അപ്പൊ ആവാഹന പൂജ എന്ന് പറയുമ്പോൾ 56,000 രൂപ ചെലവ് വരുന്ന ഒരു പൂജയാണ്. നിങ്ങള് ആവാഹന പൂജയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് അടിയന്തരമായി ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. എന്താ കാരണം? അത് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഗുരുനാഥന്റെ അടുത്ത് പോയത്. ഭാര്യ മൂലമാണ് ഞാൻ ഗുരുനാഥന്റെ അടുത്ത് എത്തുന്നതും അത്തരത്തിൽ ആവാഹന പൂജയിലേക്ക് വന്നതും ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെ ഇത്രയും നേരം സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഗുരുനാഥന്റെ അനുഗ്രഹവും പേരമംഗലത്തെ 26 ദേവതകളുടെയും അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പൊ അത് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതാണ് ആവാഹന പൂജ. ഇപ്പോ സാധാരണ ഒരാളും ഒരു ഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ, പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ, ഗുരുനാഥൻ പറയുന്നത് എന്താ? 100 രൂപയുടെ ചരട്. ഇന്നിവിടെ ചരടൊക്കെ നിങ്ങൾക്ക് കിട്ടും. 100 രൂപയുടെ ചരട് മേടിച്ചാൽ മതി. ആ ചരട് മേടിച്ച് 27 ദിവസം കെട്ടിക്കഴിഞ്ഞാൽ 27 ദിവസം അതിന്റെ റിസൾട്ട് ഉണ്ട്. 27 ദിവസം അതിന്റെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് ജനിച്ച സ്ഥലത്തും അതുപോലെ തന്നെ മരണ വീട്ടിലും ആ ചരട് ധരിച്ചു കൊണ്ട് പോകരുത്. ആ 27 ദിവസത്തിനുള്ളിൽ കൃത്യമായി നിങ്ങളുടെ കുടുംബത്തിൽ 5000 രൂപ ഏത് വഴിയായാലും നിങ്ങളുടെ വീട്ടിൽ വരും. അത്തരത്തിലൊക്കെ ചരട് മേടിച്ച് പിന്നെ എലസ് മേടിച്ചൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ, ഇവിടെ ഇരിക്കുന്ന പലരും. അപ്പോ ആ 27 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏലസ് മേടിച്ചാൽ, ആ മഹാഗണപതിയുടെ ഏലസ് മേടിച്ചാൽ കൃത്യമായി നമ്മുടെ ഗുരുനാഥൻ പറയുന്നു, എന്താണ് പറയുന്നത്? ഏലസ്, ആ ഏലസ് 1.5 വർഷത്തേക്കാണ്. മരിച്ച വീട്ടിലും ജനിച്ച വീട്ടിലും പോകാൻ പാടില്ല. ധരിക്കുന്ന സമയത്ത് നമ്മൾ മത്സ്യമാംസ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മത്സ്യമാംസം കഴിക്കണമെങ്കിൽ രാത്രി ഏലസ് ഊരി വെച്ച് നമുക്ക് കഴിക്കാം. പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് ധരിക്കാം. അവിടുത്തെ മഹാഗണപതിയുടെ പൂജ എന്താണ്? ഗണപതി ഹോമവും അതുപോലെ തന്നെ 7 ആഴ്ച 1000 രൂപയുടെ പാക്കേജ് ഗണപതി ഹോമം, 7 ദിവസം അടുപ്പിച്ച് നാരങ്ങമല 1420 രൂപ. പിന്നെ നമ്മുടെ പേരമംഗലത്തപ്പന് ഒരു 100 പാലും കഴിക്കും. ഇതാണ് പറയുന്ന വഴിപാട്. 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന ആര് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കിക്കോളൂ. 1.5 വർഷത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആവാഹന പൂജയിലേക്ക് പങ്കെടുക്കുവാൻ ആവശ്യമായ ധനം നിങ്ങൾക്ക് വന്നു ചേരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു 1-2 മീറ്റിങ്ങുകളിൽ, ഞാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകളിലും പറയാറുണ്ട്, നമ്മുടെ ഗുരുനാഥൻ ഏകദേശം 7000-ഓളം വീഡിയോ നമ്മുടെ ആളുകളുടെ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വാസ്തുബലി അല്ലെങ്കിൽ പ്രേതബലി എന്ന് പറയുന്ന ഒരു വഴിപാടാണ്. ആ പ്രേതബലി കൃത്യമായി മാസത്തിൽ 3 തവണ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ ഒരു മാറ്റമായിരിക്കും. ഞാൻ എല്ലാ മാസവും ആ കാര്യം ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് പ്രേതബലി ചെയ്യുന്നത്? നമ്മൾ പുരുഷനായാലും സ്ത്രീക്കായാലും ആ കാര്യം ചെയ്യാൻ സാധിക്കും. പുരുഷനായാലും സ്ത്രീയായാലും വൈകുന്നേരം വെച്ച ചോറായിരിക്കും.
അതായത് ഒരു പിടി അരി, നമ്മൾ കഴിക്കുന്ന അരി, അത് കഴുകി വൃത്തിയാക്കുക. വൈകുന്നേരം ഒരു 6 മണിയാവുമ്പോൾ ഇത് വെള്ളം തിളപ്പിച്ച് ഈ അരി നമ്മൾ പാത്രത്തിലിടുന്നു. അത് തിളച്ച് ചോറാകുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ, 7 മണിയാവുമ്പോഴേക്കും അത് ചോറാവും. നിങ്ങൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നനഞ്ഞ തോർത്ത് ചുരിദാറിൻ്റെയോ പുറത്ത് ചുറ്റി ഈറനൊടുത്ത് വേണം ഈ കർമ്മം ചെയ്യാൻ. വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ഇത് ചെയ്യുവാൻ. ചീറ്റല, വീടിന്റെ പറമ്പിൽ നിന്ന് ഒരു ചീറ്റല എന്ന് പറഞ്ഞാൽ നാക്കലയല്ല, കീറിയെടുക്കുന്ന ഒരല, ഒരു 3 ഒറ്റ നാണയം, 3 രൂപ നാണയം, ഒറ്റ നാണയമാണ് എടുക്കേണ്ടത്. ആ ഒറ്റ രൂപ നാണയം എന്ന് പറഞ്ഞാൽ ഒരു തല അശോക സ്തംഭവും മറ്റേ തലത്ത് 1 രൂപയും, മറ്റ് പുലി അങ്ങനത്തുള്ള ചിഹ്നങ്ങളുള്ള നാണയങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു എണ്ണ മുക്കാത്ത തിരി. ഇത്രയുമായി 7 മണി മുതൽ, വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ തെക്ക് കിഴക്കേ മൂലയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മുടെ 7 തലമുറയിലുള്ള പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കണം. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതാത്മാക്കൾ ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കണം. അത് ഒപ്പം തന്നെ നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ ആ ഭൂമിക്ക് അധീനന്മാരായ 7 തലമുറയിലുള്ള പിതൃക്കൾ അനുഗ്രഹിക്കണം. ഒപ്പം തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സർപ്പങ്ങൾ സന്തോഷപ്പെട്ട് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓം നമഃശിവായ, അതായത് ഓം നമഃശിവായ 3 തവണ ജപിക്കണം. ഈ ചോറ് ഉരുള ഉരുട്ടി നമ്മുടെ ഇലയിൽ വെക്കുക. അതിന്റെ മേലെ ഒരു എണ്ണ മുക്കാത്ത തിരി വെക്കുക. അതിനുശേഷം ഇത് ഇടത് കൈയിൽ നിന്ന് വലത് കൈയിൽ വെച്ച് നമ്മളത് ഒരു സിഗരറ്റ് ലാമ്പ് കൊണ്ട് ആ തിരി കത്തിക്കുക. കത്തിച്ച് അത് കെട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളുടെ സഹായം തേടാം കത്തിക്കാനായി. 2 കൈയിലും പിടിച്ച് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് ഇങ്ങനെ 3 പ്രാവശ്യം ചുറ്റി അത് തെക്ക് കിഴക്കേ മൂലയില് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വലത് ഭാഗത്ത് 3 നാണയം നിരത്തി വെക്കുക. 7 മണി മുതൽ 9 മണി വരെ ഉള്ള സമയത്താണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ അകത്തേക്ക് കയറി വരിക. ആ ഭാഗത്തേക്ക് പിന്നെ ആരും അന്നത്തെ ദിവസം പോകാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ വളരെ കൃത്യമായി നിങ്ങൾ ചെല്ലുക. അവിടെ ചെന്നാൽ അവിടെ വെച്ചിരിക്കുന്ന ചോറ് ആരെങ്കിലും എന്തെങ്കിലും കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അഥവാ അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചോറെടുത്ത് ഒന്നുകിൽ ഒഴുകുന്ന വെള്ളത്തിൽ, ആ ഇലയും ചോറും തിരിയും കൂട്ടി ഒഴുകുന്ന വെള്ളത്തിൽ കളയാം. അതല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് കൃത്യമായി അത് വെള്ളത്തിൽ കലക്കി അത് തെങ്ങിന്റെ കടക്കിലോ മറ്റോ ഒഴിച്ചു കളയാം. 3 നാണയം എടുത്ത് കഴുകി വീടിന്റെ അരമതിലിൽ വെക്കുക, ഉള്ളിലേക്ക് കയറ്റരുത്. പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ അത് അടുത്തുള്ള മഹാദേവന്റെ ക്ഷേത്രത്തിൽ പുറത്തെ ഭണ്ഡാരത്തിൽ നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം പേരമംഗലത്ത് വിളിച്ചു പറഞ്ഞാൽ നമുക്കത് പൈസ അയക്കേണ്ട ഇതുണ്ട്. നമ്മൾ ആരാണോ ഈ കർമ്മം ചെയ്തത്, കർമ്മം ചെയ്ത ആളുടെ പേരിൽ ധാര, വിളക്ക്, പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം 100 രൂപയുടെ ഒരു പാക്കേജാണ്. ആ വഴിപാട് ചെയ്താൽ അതോടൊപ്പം തന്നെ കൂട്ടനമസ്കാരം നമ്മുടെ തറവാട്ട് പേരിൽ ചെയ്യാം. മരിച്ച പിതൃക്കളുടെ ജനിച്ച നാളിൽ ഈ പിതൃ നമസ്കാരം ചെയ്യാം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആ ഒരൊറ്റ കർമ്മത്തിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ സമ്മേളനങ്ങളും എവിടെ മീറ്റിംഗ് ഉണ്ടായാലും എല്ലാ മീറ്റിങ്ങിലും പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതാണ്. സുഹൃത്ത് അറിയാം, നമുക്കറിയാം, ഇവിടെയുള്ള പലരും പല സ്ഥലങ്ങളിലും ജ്യോതിഷന്മാരെ കണ്ട് നശിച്ച് നാറാണക്കല്ലെടുത്ത് ഏറ്റവും അവസാനമാണ് ഗുരുനാഥന്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ എത്തിയ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഈ ഇത് ചെയ്താൽ മതി, നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ വൈകുന്നേരം 7 മണി മുതൽ കരഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 2 മണി വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ട്. അവൻ എന്ത് ചെയ്തിട്ടും പല പൂജകളും ചെയ്തു. അവസാനം പറഞ്ഞു, നിങ്ങൾ ആവാഹന പൂജ ചെയ്യണ്ട, ഈ പ്രേതബലി നിങ്ങളുടെ വീട്ടിൽ ചെയ്യുവാൻ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. അദ്ദേഹം മനസ്സോടെ വൈകുന്നേരം 7 മണിക്ക് കർമ്മം ചെയ്ത് 8 മണി കഴിഞ്ഞ് 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു. എന്താണ് മറിച്ചത്? മകൾ കരയുന്നില്ല. രണ്ടാമതായി വീടിന്റെ പുറത്ത് മുഴുവൻ പട്ടികളിരുന്ന് കുറയ്ക്കുകയായിരുന്നു. ആ പട്ടികളൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. മൂന്നാമതായി തൊട്ടടുത്ത വീട്ടിൽ അമ്മയും മകനും തമ്മിൽ ഭയങ്കര അടിയും വഴക്കും അസഭ്യം പറയലുമായിരുന്നു. അപ്പൊ അതെല്ലാം
ഈ ചെറിയ ഒരു കർമ്മം ചെയ്തപ്പോൾ നിന്നു എന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ 7000 വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ഒരു വീഡിയോ ഇറക്കുന്നതല്ല. ആ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അത് ടെസ്റ്റ് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് അനുവദിച്ച സമയത്തേക്കാൾ കൂടുതൽ ഞാനിപ്പോ എടുത്തു. അതുകൊണ്ട് ഞാൻ കൂടുതലായി നിർമ്മിക്കുന്നില്ല. ഈ സംഘടനയും അതുപോലെ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ഓരോരുത്തരും എല്ലാ ആയില്യ തീർത്ഥാടനത്തിലും പങ്കെടുത്ത് ആവാഹന പൂജയിൽ പങ്കെടുക്കുവാൻ ഞാൻ ഈ പറയുന്ന വഴികൾ തെരഞ്ഞെടുത്തുകൊണ്ട് എല്ലാവരും ആവാഹന പൂജയിൽ എത്തുവാൻ ശ്രമിക്കണം. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുത്തുവാനുള്ള നടപടികളുമായി ഇവിടെ എത്തിയ മുഴുവൻ SGSലെ കുടുംബാംഗങ്ങൾ തയ്യാറാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരമംഗലത്തപ്പന്റെയും 26 ദേവതകളുടെയും അനുഗ്രഹങ്ങൾ വേണ്ടുവോളം സർവേശ്വരൻ തരട്ടെ. പേരമംഗലത്തപ്പൻ തരട്ടെ. അവിടുത്തെ 26 ദേവതകളും തരും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നിങ്ങളോട് ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ 12:30 ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ ഗുരുനാഥനെ സ്വീകരിക്കാൻ 51 സ്ത്രീകൾ നമ്മുടെ താലവുമായി ഗുരുനാഥനെ സ്വീകരിക്കും. ഇവിടുത്തെ ജില്ലാ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിക്കും. 12:30 ആകുമ്പോൾ കൃത്യം 50 പേര് മാറി ഊണ് കഴിക്കാൻ പോവുക. അപ്പം തന്നെ വരിക. 1:30-ക്കുള്ളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാർട്ടായി പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചിവിടെ വരണം. ഈ സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുത്തുകൊണ്ട് ഗുരുനാഥന്റെ പ്രഭാഷണവും ഗുരുനാഥന്റെ ഭജനയിലും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. അതിന് നിങ്ങൾക്ക് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.